2024 ഊട്ടി റോസ് ഷോയാണ്. റോസ് ഗാർഡൻ ഉണ്ട് അവിടെ, ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഏകദേശം 2 കിലോമീറ്റർ അപ്പുറം. അത് അവിടെ റോസ് ഷോ നടക്കുകയാണ്. അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല മഴയുണ്ട്, എന്നാലും സഞ്ചാരികൾ കുറവില്ല. 2 ദിവസത്തിനുള്ളിൽ ഈ ഷോ കഴിയും എന്നത് കൊണ്ടാണ് ഒത്തിരി ആളുകൾ ഇവിടെ വന്നു ചേരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഫ്ലവറുകൾ വെച്ച് സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അതിനോടൊപ്പം തന്നെയാണ് ഈ മനോഹരമായ കാഴ്ചകൾ. ഇതിൻ്റെ അടിഭാഗത്തെല്ലാം ദൂരെ കാണുന്നതെല്ലാം കൊച്ചു കൊച്ചു വീടുകളും വലിയ വീടുകളൊക്കെയാണ്. ടൗണിൻ്റെ ഹൃദയഭാഗങ്ങളാണ്. ശരിക്കും ഊട്ടിയുടെ ഒരു ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഗാർഡൻ്റെ താഴ്വശം. പൂക്കളെ കൊണ്ട്, റോസ് പൂക്കളെ കൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ആനകളും വൈൽഡ് ആനിമൽസിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. റോസ് ഗാർഡൻ എന്ന് ഒരു 20 കൊല്ലം മുമ്പ് നമ്മൾ കാഴ്ചപ്പാടുണ്ടായത് അവിടെ നിറയെ റോസാപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞ ഒരു ഗാർഡനായിരുന്നു. അന്ന് റോസ് ഷോ ഉണ്ടായിരുന്നില്ല. ഇപ്പം അങ്ങനെയല്ല, കുറച്ച് മാറ്റം വന്നു. ഇത്തരം രൂപങ്ങളുണ്ടാക്കി അതിലെ പൂക്കളെ കൊണ്ട്, റോസ് പൂക്കളെ കൊണ്ട് അലങ്കരിച്ച് ആകർഷിക്കുകയാണ്. മനോഹരമായ ആ മരങ്ങളെല്ലാം വെട്ടി നിർത്തിയിരിക്കുന്നത് വളരെ ഭംഗിയുള്ള രീതിയിലാണ്. പല തട്ടുകളായിട്ടാണ് അവിടെ റോസാ ചെടികൾ നട്ടിട്ടുള്ളത്. താഴേക്ക് പോകും തോറും തട്ട് തട്ടായിട്ട് പോകും. അങ്ങനെ നിരവധി തട്ടുകൾ കഴിഞ്ഞ് ഏറ്റവും അടിയിലേക്ക് ചെല്ലുമ്പോഴാണ് ജനങ്ങൾ താമസിക്കുന്ന കുറച്ച് റെസിഡൻഷ്യൽ ഏരിയ ഉള്ളത്. ഈ തട്ടുകൾ കണ്ടാൽ മനസ്സിലാവും അവിടെയൊക്കെ റോസാ ചെടികൾ വെച്ചിരിക്കുകയാണ്. നല്ല മഴയുള്ളതുകൊണ്ട് നല്ല രീതിയിലേക്ക് ചിത്രീകരിക്കാൻ താഴേക്ക് പോകാനും കഴിയാതെ പോയി. മഴ ആയിരുന്നിട്ട് പോലും നമ്മുടെ പൂക്കളൊക്കെ നമ്മൾ പുഞ്ചിരി തൂകി നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ കുറച്ചും കൂടി ശോഭയുണ്ടായാൽ മഴയില്ലാതിരുന്നെങ്കിൽ. ഈ ഒരു ചെറിയ മഴയത്ത് റോസിൻ്റെ ലീഫ് പെട്ടെന്ന് താഴെ പോകും. അത്യാവശ്യം ഭംഗിയുള്ള പൂക്കളൊക്കെ അണിനിരത്തിക്കൊണ്ടാണ് ഈ ഷോ അലങ്കരിച്ചിട്ടുള്ളത്. എന്തായാലും റോസാ പൂക്കൾ, ചെടികളിൽ നിൽക്കുന്ന പൂക്കൾ കുറവാണ്. ഇത്തരം അലങ്കാരങ്ങളിലൂടെയുള്ള പൂക്കളാണ് കൂടുതലും ഉള്ളത്. മഴ ആയതുകൊണ്ടാവാം അത്തരം സംഭവിച്ചതെന്ന് കരുതുന്നു. എന്തായാലും ഇങ്ങനത്തെ പൂത്തൊട്ടികളെല്ലാം പൂക്കളെ കൊണ്ട് തന്നെ പൂത്തൊട്ടി ഉണ്ടാക്കി അത് ശരിക്കും ഫോട്ടോ ഷൂട്ടിന് പറ്റിയ സ്ഥലമായി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കാർമേഘങ്ങൾ വന്നുകൂടിയുകൊണ്ട് നല്ല ഇരുട്ടും മഴക്കാരും ഒക്കെ വന്നിട്ടുണ്ട്. കുടകളുമൊക്കെ നിവർന്നു തുടങ്ങി. കാലാവസ്ഥ അല്പം മോശമാണ്. ഒരാഴ്ചയായാണ് ഈ ഊട്ടി പ്രദേശത്ത് ഉദകമണ്ഡലം അല്ലെങ്കിൽ നീലഗിരി ഡിസ്ട്രിക്റ്റിൽ മഴ കനത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷമുള്ള മഴയ്ക്കും അതിനോടൊപ്പമുള്ള കുറച്ച് കാർമേഘങ്ങളുടെ വ്യത്യാസങ്ങളൊക്കെ അനുസരിച്ച് ഗാർഡനിലെ ജനസംഖ്യ, വിസിറ്റേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു വരാറുണ്ട്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഇപ്പോഴും ആളുകൾ സ്റ്റെപ്പ് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ബൊട്ടാണിക്കൽ ഗാർഡനിലെ ആ ഫ്ലവർ ഷോയോട് അനുബന്ധമായിട്ടുള്ള ഈ റോസ് ഷോ വളരെ മനോഹരം തന്നെ. റോസാപ്പൂക്കൾ വരും കാലങ്ങളിൽ കൂടുതലുണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ നമ്മളിവിടെ തീർക്കുകയാണ്. മൃഗങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള, അവരെ സേവ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് മെസ്സേജുകളാണ് ഈ ഗാർഡനിൽ ചുറ്റുമുള്ളത്. ശരി, നമുക്കൊരു മറ്റൊരു വീഡിയോയിൽ കാണാം. നമസ്കാരം.